തട്ടുകട ഫുഡ് കഴിക്കണമെന്ന മോഹവുമായി ചെന്നുപെട്ടത് അങ്ങ് ഒമാനിൽ. പക്ഷേ ഈ UAE-ന്ന് ഈ ഒമാനിലേക്ക് വരാനായിട്ട് പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട. എന്നാൽ പിന്നെ പോവല്ലേ? പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. നമുക്ക് പറ്റും. ചില യാത്രകൾ ഇതുപോലെയാണ്. പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും കാണില്ല. എവിടെ പോകണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അതിനുള്ള ഐഡിയ നമുക്ക് മക്കൾ തന്നെ തരും. അതുപോലെ ഒരു യാത്രയാണിത്. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് പകൽ മൊത്തം വീട്ടിലിരുന്ന് ബോറടിച്ച് വൈകിട്ടായപ്പോൾ അയാൻകുട്ടി ഒരു ഐഡിയ പറഞ്ഞു, നമുക്കൊരു നൈറ്റ് ഡ്രൈവ് പോയാലോ. ആള് പറഞ്ഞത് ചുമ്മാ ഒരു ഐഡിയ അല്ല കേട്ടോ. നമുക്ക് നൈറ്റ് ഡ്രൈവ് പോകണം, കുറേ ദൂരെ പോകണം, മൗണ്ടൻസ് കാണണം, മൗണ്ടൻസിൻ്റെ ഇടയിലുള്ള ടണലിലൂടെ പാസ് ചെയ്യണം. ഇതെല്ലാം കൂടി പുള്ളിയുടെ റിക്വസ്റ്റിലുണ്ടായിരുന്നു. ഈ റിക്വസ്റ്റ് എല്ലാം കൂടി ഒറ്റയടിക്ക് സാധിച്ചു കൊടുക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നത് മഥ. നമ്മളപ്പോൾ അയാളോട് ചോദിച്ചു, നമുക്ക് UAE-ന്ന് ഒമാനിൽ പോയാലോ. ഒമാൻ എന്ന് കേട്ടതും തിരിച്ചൊരു ചോദ്യം, നമ്മൾ ഈ രാത്രി സലാല പോവുകയാണോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സലാലയല്ല, പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ബൈ റോഡ് പെട്ടെന്ന് എത്താവുന്ന ഒരു സ്ഥലമുണ്ട്, മഥ. ഇവിടെ പോകാൻ നമുക്ക് പാസ്പോർട്ടും വേണ്ട, ഇമിഗ്രേഷൻ ബോർഡറും ക്രോസ് ചെയ്യേണ്ട. എന്താ അല്ലേ? ഇഷ്ടത്തോടെ ആഗ്രഹിക്കുക, യാത്രകൾ ആനന്ദമാക്കുക, കാഴ്ചകൾ അനുഭവങ്ങളാക്കുക, സന്തോഷം തേടി ദൂരങ്ങളിലേക്ക്. അങ്ങനെ നമ്മളതേ ദൂരെ അങ്ങ് ദൂരെ നമുക്ക് ഒമാൻ കാണാം കേട്ടോ. ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വണ്ടിയിലാണെങ്കിൽ പെട്രോൾ കുറവാണ്. അബേടിനോട് ഞാൻ ചോദിച്ചു, പെട്രോൾ അടിക്കണ്ടേ? പക്ഷെ അബേടിൻ്റെ മറുപടി എന്താണെന്നോ, ഞാൻ ഇന്ന് ഒമാനിന്നേ പെട്രോൾ അടിക്കുന്നുള്ളൂ. അതെനിക്ക് കത്തിയില്ല കേട്ടോ. പിന്നെയല്ലേ ഓർത്തത്, നമ്മുടെ UAE കമ്പയർ ചെയ്യുമ്പോൾ ഒമാനിൽ ഫ്യൂൽ പ്രൈസസ് കുറവാണ്. അങ്ങനെ ഈ ഒരു ട്രിപ്പിൻ്റെ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം പെട്രോൾ പമ്പ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നീണ്ട 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതേ ഒമാനിലോട്ട് കയറുക കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള പെട്രോൾ പമ്പാണ്. ഈ പമ്പ് കണ്ടുപിടിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മൾ സ്ട്രീറ്റ് ഫുഡ് ലൊക്കേഷൻ ഇട്ടാൽ തൊട്ടടുത്ത് തന്നെ ഈ പമ്പ് കാണാം. ഈ ഒരു പമ്പ് കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സലാല ട്രിപ്പാട്ടോ. ഇതുപോലെ എത്ര പമ്പുകൾ കയറിയിരിക്കുന്നു. അങ്ങനെ ഇവിടുന്ന് പെട്രോൾ എല്ലാം ഫില്ല് ചെയ്ത് തൊട്ട് പുറകിൽ തന്നെയാണ് നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് ഏരിയ ഉള്ളത്. അങ്ങോട്ട് പോയാലോ? തരിശായിട്ട് കിടക്കുന്ന ഭൂമിയുടെ ഒരു ഭാഗത്ത് ചെറിയ കടകളും അതോടുകൂടി തന്നെ ചെറിയ മജ്ലിസ് പോലെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഏരിയയും കൂടെ സെറ്റ് ചെയ്ത് അതിനെല്ലാം നല്ല അടിപൊളി ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കൊടുത്തപ്പോൾ ആ ഒരു ഏരിയ ഈ GCCയിലെല്ലാം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമായി നമ്മുടെ മദയിലെ നൈറ്റ് സ്ട്രീറ്റ് ഫുഡ്. ആദ്യം നമ്മൾ വണ്ടി കൊണ്ട് തന്നെ ഈ ഒരു 2 ലെയിൻ ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ. കാരണം എന്തൊക്കെ ടൈപ്പ് കടകളുണ്ട്, അവിടെ എന്തൊക്കെയാണ് ക്യൂസിൻസ് ഉള്ളതെന്ന് ഒരു ഐഡിയ വേണ്ടേ നമുക്ക്. പിന്നെ പുറത്ത് നല്ല ചൂടുമായിരുന്നു. ഇവിടെ മെയിനായിട്ടുള്ളത് കബാബ്സ് ആട്ടോ. പല വെറൈറ്റി കബാബ്സ് ഉണ്ട്. പിന്നെ ചില ഷോപ്പുകളിൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ആയിട്ടുള്ള പാനിപ്പൂരി, ബേൽപൂരി അങ്ങനത്തെ ക്യൂസിൻസും കണ്ടു. ഇതൊന്നും കൂടാതെ സ്വീറ്റ്സ് ഉണ്ട്, ലുക്കേമത്ത്, ഒമാൻ ഹൽവ എല്ലാം കിട്ടും കേട്ടോ. ഇതിൻ്റെ 2ൻ്റെ നടുക്കായിട്ട് കുറച്ച് ഭാഗത്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഓരോ മജ്ലിസും ഓരോ റെസ്റ്റോറൻറ്റിൻ്റേതാണ്. നമ്മൾ പോയി ഫുഡ് ഓർഡർ ചെയ്ത് അതിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ കൊണ്ടുവന്ന് സെർവ് ചെയ്യും. കാര്യം ചൂടാണെങ്കിലും അകത്ത് അവർ നല്ല ഫാനും കൂളറും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. എന്തായാലും ഒരു അടിപൊളി ലൊക്കേഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പള്ളിപ്പെരുന്നാളും അമ്പലങ്ങളിലെ ഉത്സവമൊക്കെയാണ് ഈ ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഏത് കടയിൽ നിന്ന് കഴിക്കുമെന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അവസാനം ഒത്തിരി വെറൈറ്റി ഗ്രിൽസ് കണ്ട് ഒരു ഷോപ്പിൽ ഞങ്ങളും എത്തി. ഇവിടെ ബീഫ് കബാബുണ്ട്, ചിക്കൻ കബാബുണ്ട്, പ്രോൺസ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, നമ്മുടെ മസൽസ് കല്ലുമ്മക്കായ ഇല്ലേ അതുണ്ട്. പിന്നെ നമുക്ക് ഹോട്ട് ഡോഗ്സ്, ബർഗർ
അങ്ങനെ ഒത്തിരി റെസിപ്പീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ആ സോസും. ഇതിന് സോസ് എന്നാണോ ചട്നി എന്നാണോ എന്ന് പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും നല്ല പുളിയൊക്കെ ഉള്ള അടിപൊളി സാധനം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അങ്ങനെ ആദ്യത്തെ നമ്മുടെ ഐറ്റം ബീഫ് കബാബും ചിക്കൻ കബാബും. ഈ കബാബിൻ്റെ മുകളിലൊഴിച്ചിരിക്കുന്ന സോസ് പുളിയൊക്കെ വെച്ചുണ്ടാക്കിയതാട്ടോ. നമുക്ക് നമ്മുടെ പുളിങ്കുരുവൊക്കെ അതിനകത്ത് കിടക്കുന്നത് കണ്ടു. പിള്ളേർ തമ്മിൽ വഴക്കായിരുന്നു, ആർക്ക് ആദ്യം ചിക്കൻ വേണോ ബീഫ് വേണോ എന്ന്. അങ്ങനെ അയാൻകുട്ടി ചിക്കൻ സ്റ്റാർട്ട് ചെയ്തു. കൊച്ചുഞ്ഞാണെന്നുണ്ടെങ്കിൽ എൻ്റെ കബാബ് ഞാനൊന്ന് സോസിൽ ഡിപ്പ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്താലോ എന്ന് കരുതിയിരിക്കുന്നു. വെറൈറ്റി ക്യൂസിൻ നോക്കി നടക്കുന്ന ഞാനും അഭിയേട്ടനും. അപ്പോൾ ഞങ്ങൾക്കുണ്ടാവുന്ന മക്കളും അതിന് സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലോ നമ്മുടെ യാത്രകളെല്ലാം അടിപൊളിയായിരിക്കും അല്ലേ. ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തത് ചിക്കൻ കബാബാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ചിക്കനാണേ. ആ സോസിനും നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതിൽ ശരിക്കും ഡിപ്പ് ചെയ്ത് വേണം കഴിക്കാൻ. ഇനി അടുത്തത് നമ്മുടെ ബീഫ് കബാബ്. ഒട്ടും മുറുക്കമില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണേ. അതും അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബർഗറാണ്. നല്ല ഹോട്ട് ബർഗർ എന്ന് പറയില്ലേ, ചീസെല്ലാം നല്ല മെൽറ്റായിരിക്കുന്ന അവസ്ഥ. ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് നമ്മുടെ ഈ കബാബും ഫലാഫലിൻ്റെ ഒരു മിക്സറൊക്കെ കൂടിയതായിട്ടോ. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കാമെന്ന് കരുതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലുക്കേമത്ത് കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ സാധാരണ ലുക്കേമത്ത് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എണ്ണയിലോട്ട് ഇറക്കിയാണ് കണ്ടേക്കുന്നത്. ഈ ഒരു മെഷീൻ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. എന്തായാലും നല്ല രസം, സിമ്പിളാണല്ലേ. ഈ ലുക്കേമത്ത് ഉണ്ടാക്കുന്ന കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. പക്ഷേ നല്ല ചൂടായിരുന്നു കേട്ടോ. പുറത്തെ ചൂടും പിന്നെ ആ എണ്ണയുടെ ചൂടോടെ ആയപ്പോൾ എല്ലാവരും വേർത്തൊലിക്കാൻ തുടങ്ങി. ഒരു 10 മിനിറ്റ് ഇതിൻ്റെ അടുത്ത് നിന്നപ്പോഴത്തേക്കും നമുക്ക് ഈ ചൂട് സഹിക്കാൻ വയ്യ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തരുന്ന ആ ഒരു വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ മകനെയും കുറിച്ചൊന്ന് ചിന്തിച്ചേ. പണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. നിങ്ങളുടെ ബാലൻസ് നിലനിർത്താൻ നിങ്ങൾ മുന്നോട്ട് പോകണം. ദേ നമ്മുടെ ലുക്കേമത്ത് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ അതിനകത്ത് നല്ല ഡേറ്റ് സിറപ്പും സെസിം സീഡ്സൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ആ സീഡ്സ് അത്ര അങ്ങ് ഇഷ്ടമല്ല. അങ്ങനെ കുറച്ച് നേരത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ നോക്കി ഉണ്ടാക്കിയ നമ്മുടെ ലുക്കേമത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഡെക്കറേഷനെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മുടെ കയ്യിലോട്ട് എത്തൂട്ടോ. അയാൻകുട്ടിയും ഐഡൻകുട്ടിയും എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് ആരാദ്യം കഴിക്കുമെന്ന്. പക്ഷെ രസം അതല്ല, നല്ല ചൂടാണേ. അങ്ങനെ സ്നേഹത്തോടെ നമുക്ക് കിട്ടിയ ഈ ലുക്കേമത്ത് ഈ ഒമാൻ്റെ മണ്ണിൽ വെച്ച് ഒന്ന് കഴിച്ചു നോക്കിയാലോ. ടൂത്ത് പിക്കിൽ കുത്തിയാണ് അവർ തന്നത്. ഞാൻ അതുകൊണ്ട് പതുക്കെ ഒരെണ്ണെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ നോക്കി. നല്ല ചൂടാണ്. അങ്ങനെ ലുക്കേമത്തും പാഴ്സലാക്കി നമ്മൾ തിരികെ പോവുക. ഇത്രയും ഭംഗിയുള്ളൊരു റൗണ്ട് അബൌട്ട് UAE ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്കും അങ്ങനെയാണോ? എന്ത് ഭംഗിയല്ലേ, ആ ലൈറ്റിങ്സും ആ വെള്ളച്ചാട്ടവും എല്ലാം സൂപ്പർ. സന്തോഷമുള്ള ഹൃദയത്തിൻ്റെ രഹസ്യം സമ്പത്തല്ല, സമാധാനമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്